ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്മസ് കാലം ആശംസകളുടെ ഒരു കാലമാണ്. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് ഹാപ്പി ക്രിസ്മസ് നേരുന്നു. ഇപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ആധുനിക സമ്പർക്ക മാധ്യമങ്ങളിലൂടെ ആശംസകൾ കൈമാറാം. കുറേ നാളുകൾക്ക് മുൻപ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ക്രിസ്മസ് കാർഡുകളാണ് അയച്ചിരുന്നത്, മനോഹരമായിട്ടുള്ള ക്രിസ്മസ് കാർഡുകൾ. അത് കടകളിൽ പോയി വാങ്ങിച്ച് ഏറ്റവും അടുത്തവർക്ക് സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമെന്നോണം അയക്കും. അതിൽ ഒരുപാട് ചിന്തയുണ്ട്, സ്നേഹമുണ്ട്. അതിൽ ഒരാൾ തൻ്റെ തന്നെ കുറേ സമയവും പണവുമൊക്കെ ചിലവഴിക്കുന്നു. ഇങ്ങനെയുള്ള ആശംസകൾ ലഭിക്കുമ്പോൾ ഒരാൾക്ക് വലിയ സന്തോഷവും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് നമ്മൾ ആശംസകൾ അയച്ചിരുന്ന ഏതെങ്കിലുമൊക്കെ ഒരാൾക്ക് ഒരിക്കൽ നമ്മൾ ആശംസകൾ അയക്കാൻ മറന്നുപോയാൽ അവർ പരിഭവം രേഖപ്പെടുത്തുമായിരുന്നു. എന്നാൽ ഇപ്പോഴും നമുക്ക് അങ്ങനെയുള്ള പരിഭവമൊന്നും ഉണ്ടാകുവാനായിട്ട് സാധ്യതയില്ല. കാരണം ആധുനിക സമ്പർക്ക മാധ്യമങ്ങളിലൂടെ നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും ഒരേ സമയം ആശംസകൾ അയക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണുകളിലും നമ്മുടെ മൊബൈലിലുമൊക്കെ ഇങ്ങനെ ആശംസകൾ വെള്ളപ്പൊക്കം പോലെ വന്നിങ്ങനെ അടിഞ്ഞുകൂടും. അതെല്ലാം ഒന്ന് വായിച്ചിട്ട് അതിന് മറുപടി അയക്കുക എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്മസ് കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലും നമ്മൾ ആശംസകൾ അയച്ചുകൊണ്ടേയിരിക്കുന്നു, ആശംസകൾക്ക് മറുപടി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അതിന് കാരണം എന്താണ്? ഹാപ്പി ക്രിസ്മസ് ടു യു. ഇതൊരു പ്രാർത്ഥനയാണ്. ക്രിസ്തുവിൻ്റെ ജനനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവമായിട്ട് മാറട്ടെ. നിൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ജനനം വ്യക്തിപരമായി സന്തോഷം നൽകട്ടെ. എന്തൊരു സുന്ദരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ ഈ ആശംസകളോടുകൂടെ ഈ പ്രാർത്ഥനകൾ കൂടി ആ വ്യക്തിക്ക് വേണ്ടി സമർപ്പിച്ചാൽ ഒരുപക്ഷെ ഒരാൾക്ക് നൽകാൻ കഴിയുന്നതിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള ക്രിസ്തുമസ് സമ്മാനമായിരിക്കും അത്. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ക്രിസ്തുമസ് കാലയളവിൽ മാത്രമല്ല എപ്പോഴും നൽകാവുന്ന ഒരു പ്രാർത്ഥന, ക്രിസ്തുവിൻ്റെ ജനനം അവരുടെ ജീവിതത്തിൽ ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവമാകട്ടെ എന്നുള്ളതാണ്. ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കാറുണ്ട്, ചിലർക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യമുള്ള ചിലർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നിട്ടും അവരുടെ ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള ഒന്നും സംഭവിക്കുന്നില്ല, ഒരു രൂപാന്തരീകരണവും സംഭവിക്കുന്നില്ല. അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട. നമ്മുടെ പ്രാർത്ഥനകളൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അത് അവരുടെ ജീവിതത്തെ ഇങ്ങനെ ചുറ്റി നിൽക്കുന്നു. ഒരിക്കലെങ്കിലും ഒന്ന് മനസ്സ് തുറന്നാൽ നമ്മുടെ ഈ പ്രാർത്ഥനകൾ വഴി അവരുടെ ജീവിതത്തെ ചുറ്റി നിൽക്കുന്ന ഈ കൃപകൾ അവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒഴുകിക്കയറും. അവരുടെ ജീവിതത്തിലും ക്രിസ്തു ഒരു സംഭവമായിട്ട് മാറും. അതുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുമ്പോൾ, അതിന് മറുപടി കൊടുക്കുമ്പോൾ മനസ്സിലെ ഒരു പ്രാർത്ഥനയും കൂടി നമുക്ക് സൂക്ഷിക്കാം. ഇയാളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ജനനം ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവമാകട്ടെ. അപ്പോഴാണ് നമ്മുടെ ആശംസകൾ യാഥാർത്ഥ്യമാകുന്നത്, ആത്മാർത്ഥമാകുന്നത്. അല്ലെങ്കിൽ അത് യാന്ത്രികമായിട്ടുള്ള ഒരു കർമ്മമായി പോകും. ദൈവത്തിൻ്റെ നാമത്തിന് ഉപരിമഹത്വം ഉണ്ടാകട്ടെ.